ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ നിഷ്പക്ഷ വാർത്തകളുമായി ഭാരതത്തിലെ ഏറ്റവും വലിയ ന്യൂസ് നെറ്റ്വർക്ക് 18ന്റെ ഭാഗമായ ന്യൂസ് 18 കേരളം ഇതാ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ന്യൂസ് 18 കേരളം ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെയും മറ്റ് വിശിഷ്ടാതിഥികളെയും സാദരം സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Ladies and gentlemen, let's welcome our chief guest of the evening, Sri Pinarayi Vijayan sir, and all our distinguished guests to kindly launch News 18 Kerala. Ladies and gentlemen, present before you, News 18 Kerala. വാർത്തയാണ് ജീവൻ. അങ്ങനെ ന്യൂസ് 18 കേരളം യാഥാർത്ഥ്യമായി. ഇനി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ശബ്ദമായി ന്യൂസ് 18 കേരളം മലയാളികളുടെ സ്വന്തം. കഴിഞ്ഞ 80 ദിവസങ്ങളിൽ ഞങ്ങളുടെ ടെസ്റ്റ് സിഗ്നൽ എയറിലുണ്ടായിരുന്നു. ആ കാലയളവിൽ ഞങ്ങൾ നടത്തിയ മാധ്യമ ഇടപെടലുകൾ നിരവധി നിരാലംബരായ മനുഷ്യർക്കാണ് ജീവിതം തിരികെ കൊടുത്തത്. ന്യൂസ് 18 കേരളം ഇതുവരെ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു തിരികെ യാത്ര. മലയാളത്തിന്റെ പരമ്പരാഗത മാധ്യമ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദേശീയ ചാനലിന്റെ വേറിട്ട അനുഭവം പങ്കുവയ്ക്കാൻ എത്തുകയാണ് ന്യൂസ് 18 കേരള. ഇതാദ്യമായാണ് മാധ്യമ പാരമ്പര്യം കൊണ്ട് സമ്പുഷ്ടമായ മലയാള മണ്ണിലേക്കും മനസ്സിലേക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കുകളിൽ ഒന്നായ ന്യൂസ് 18 എത്തുന്നത്. ETV ബ്രാൻഡിന് കീഴിലുള്ള ന്യൂസ് 18 നെറ്റ്വർക്കിന് കീഴിൽ വ്യത്യസ്ത ഭാഷകളിലായി 10 പ്രാദേശിക ചാനലുകളാണ് വാർത്താധിഷ്ഠിത പരിപാടികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതോടൊപ്പം ദേശീയ തലത്തിലെ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന 6 ചാനലുകളും നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. 25 കോടി ജനങ്ങളുടെ പ്രേക്ഷക സമ്പത്താണ് ന്യൂസ് 18 ETV നെറ്റ്വർക്കിനുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ന്യൂസ് 18 എത്തുമ്പോൾ കക്ഷി രാഷ്ട്രീയ മത നിലപാടുകൾക്കപ്പുറം ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഏറെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ന്യൂസ് 18 കേരളം. 2016 ഏപ്രിൽ 14 വിഷുദിനത്തിൽ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിൽ നിന്ന് ന്യൂസ് 18 കേരള അനൌദ്യോഗിക സംപ്രേഷണം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ മാധ്യമ ലോകത്തേക്കുള്ള ഒരു ദേശീയ ചാനലിന്റെ ചുവടുവയ്പ് കൂടിയായിരുന്നു അത്. ETV ന്യൂസ് നെറ്റ്വർക്ക് ഹെഡ് ശ്രീ ജഗദീഷ് ചന്ദ്രയുടെ ദീർഘവീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമായിരുന്നു ന്യൂസ് 18 കേരള ഉൾപ്പെടെയുള്ള പുതിയ 3 ചാനലുകൾക്കും കരുത്തു പകർന്നത്. After the historic success of ETV news channels in 15 states with a combined viewership of more than 20 crores, now we are pleased to announce one more regional news channel in Kerala in the brand and name of News 18. We will provide a good television to the people of Kerala. ആലപ്പുഴ നീർക്കുന്നത്ത് ഗർഭിണി അടങ്ങുന്ന 8 അംഗ നിരാലംബ കുടുംബത്തിന് പുറം ലോകത്തേക്കുള്ള വഴിയടഞ്ഞപ്പോൾ സഹായഹസ്തവുമായി ഞങ്ങളെത്തി. തിരുവനന്തപുരം വലിയതുറയിൽ 120 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ 3.5 വർഷമായി സമീപത്തെ സ്കൂളിൽ അഭയാർത്ഥികളായി നരകയാതന അനുഭവിക്കുന്ന വിവരം പുറം ലോകത്തെത്തിച്ചത് ന്യൂസ് 18 കേരള. ഇടുക്കി മൂങ്കിലാർ ഹാരിസൺ പ്ലാന്റേഷൻ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾക്കുള്ള കമ്പിളിപ്പുതപ്പിന്റെ പേരിൽ 20 വർഷമായി തുടർന്ന ചൂഷണം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ മുൻകൈ. വയനാട് ട്രൈബൽ എടതുണി കോളനിയിൽ 6ാം ക്ലാസ് പഠനം അവസാനിപ്പിച്ച് അമ്മുമ്മയെയും വലിയച്ഛനെയും പരിചരിച്ച അമ്പിളിയുടെ ദുരിതം പുറം ലോകത്തെത്തിച്ചത് ഞങ്ങൾ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ന്യൂസ് 18 കേരള ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കേരളയുടെ പ്രവർത്തനത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പ്രോത്സാഹിപ്പിച്ചത് നിറഞ്ഞ മനസ്സോടെയാണ്. എന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നേരിന്റെ പാതയിൽ. ന്യൂസ് 18 കേരള, വാർത്തയാണ് ജീവൻ. So, ladies and gentlemen, News 18 Kerala is officially launched. Thank you very much, Honorable Chief Minister Pinarayi Vijayan sir, and our other distinguished guests for launching News 18 Kerala. Now it's time to celebrate the launch with a cake. Ladies and gentlemen, കേക്ക് മുറിച്ചുകൊണ്ട് ഈ ഒരു ദിവസം കൂടുതൽ ആഘോഷകരമാക്കാം. തീർച്ചയായും മധുരം നല്ലതല്ലേ അല്ലേ? സോ മേ ഐ റിക്വസ്റ്റ് Honorable Chief Minister and our other respected guests to cut
the cake as part of the celebration of the launch. വാർത്തയും വാർത്താധിഷ്ഠിത പരിപാടികളുമായി ഒരു പുത്തൻ ചാനൽ, ഒരു പുതിയ വാർത്താ സംസ്കാരവുമായി എത്തുകയാണ് ന്യൂസ് 18 കേരളം. കേക്ക് മുറിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സന്തോഷം പരസ്പരം പങ്കിടാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുകയാണ്.